ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ലൊരു ഹെൽത്തി ആയ റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരങ്ങൾ ചായക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാനൊരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ മതിയാകും ഇതൊന്ന് വറുത്തെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് വേവിക്കുന്നൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് നന്നായിട്ട് വറുത്തെടുക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ 2 അച്ച് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കണം. അപ്പോൾ ഇനി ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ശർക്കര ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്ക് ഇതൊന്ന് അരിച്ചിട്ട് ചേർക്കണം. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ്. ഞാൻ 4 ഏലക്കേൻ്റെ കുരു ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ, അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചിരവിയ തേങ്ങയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ചായയുടെ കൂടെ ഇത് ഇങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളൊരാഴ്ചക്ക് കേടുകൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇത് നല്ലൊരു ബോൾസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി 2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്ത് ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ബോൾസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അവർക്കും തന്നെ കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റും ആവും ഇങ്ങനെ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, യാതൊരു നിർബന്ധമല്ല ഇങ്ങനെ ചെയ്യണം എന്നൊന്നും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ബോൾസൊക്കെ ആക്കി എടുത്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതിരിക്കും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നല്ല ഹെൽത്തി ആയതുകൊണ്ട് ഒരു പേടിയും വേണ്ടല്ലോ. അതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനടുത്തൊരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്